ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. ഇത് എത്ര വേണമെങ്കിലും ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കാവുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. ഇതുപോലെ കുറച്ച് ഉണ്ടാക്കി വെച്ച് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ സ്നാക്സ് ബോക്സിലേക്ക് കൊടുത്തു വിടാനും പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ഈ ഒരു സ്നാക്സ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 250 ഗ്രാം അളവിൽ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു കപ്പ് മൈദയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ പറയുന്നത്. നിങ്ങൾ എത്രയാണോ ഉണ്ടാക്കാൻ വേണ്ടി മൈദ എടുക്കുന്നത് അതിനനുസരിച്ച് വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ ഞാൻ ഈ മൈദ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പിൻ്റെ കുറച്ച് കുറവുണ്ട്. പാൽപ്പൊടി ഈ ഒരു കപ്പ് നിറച്ചും എടുക്കാമെങ്കിൽ അങ്ങനെയും എടുക്കാം. പാൽപ്പൊടി ഉണ്ടെന്ന് കരുതി അതിനേക്കാൾ കൂടുതൽ ഇട്ട് കൊടുക്കാൻ നിൽക്കരുത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്നാക്സിൻ്റെ കളറും മാറി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവുകയും ചെയ്യും. ഇനി ഞാനിതിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു മധുരത്തിന് വേണ്ടിയിട്ട് പൊടിച്ച പഞ്ചസാര 1/4 കപ്പ് അളവ് നിറച്ചും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പഞ്ചസാരയുടെ അളവ് മീഡിയം മധുരത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അതിനായിട്ട് ഇതുപോലൊരു വിസ്ക് വെച്ചിട്ടാണ് ഞാൻ നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നത്. ഇത് നന്നായിട്ട് യോജിപ്പിക്കാതെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് വ്യത്യാസപ്പെട്ടിരിക്കും. ഈ വീഡിയോസ് മുഴുവനായിട്ടും കാണുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇപ്പോൾ നന്നായിട്ട് ഇത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മെഷർമെൻറ്റ് കപ്പിൻ്റെ 1/2 കപ്പ് അളവാണിത്. ഇതിൽ 3/4 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് കൈ വെച്ച് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം വെള്ളം ആവശ്യമെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ അത് കുഴച്ചെടുക്കാം. ഇത്രയും വെള്ളം ഈ ഒരു മിക്സിന് മതിയാവും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിയേക്കാൾ കുറച്ചുകൂടി വെള്ളം കുറച്ച് വേണം ഇത് നല്ലപോലെ കുഴച്ചെടുക്കാൻ. എത്രത്തോളം കുഴയ്ക്കുന്നോ അത്രയും നന്നായിട്ട് കുഴച്ചെടുക്കണം. എങ്കിലേ നമ്മളെ സ്നാക്സ് നന്നായിട്ട് വരുള്ളൂ. ഞാനിപ്പോൾ ഇത് കുഴച്ചെടുക്കുന്നത് ഈ ഒരു പാത്രത്തിൽ തന്നെ വെച്ചിട്ടാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പിലേക്കോ അല്ലെങ്കിൽ പരന്ന പാത്രത്തിലോ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഈ മാവ് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ മാവെടുത്ത് ഇതുപോലൊരു ബോർഡിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പൊടി ഇട്ടതിന് ശേഷം വേണം ഇത് വെച്ച് കൊടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ബോർഡിൽ ഒട്ടിപ്പോവും. ഇനി ഇത് 4 പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. ഇനി ഈ 4 പീസ് മാവും ഇതുപോലെ ബോൾസ് ആക്കി എടുക്കാം. ഇപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാ മാവും ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഒരു ബോൾസ് മാത്രം ഈ ഒരു ബോർഡിൽ വെച്ച് കൊടുത്തിട്ട് ബാക്കിയെല്ലാം മാറ്റി വെച്ചേക്കാം. ഈ ബോർഡിൽ കുറച്ചുകൂടി പൊടിയിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഈ ഒരു ബോൾസ് വെച്ച് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. ഇതുപോലെ പരത്തിയെടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പൊടിയിട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇപ്പോൾ ഇതാ ഈ ഒരു വലിപ്പത്തിൽ ഇതുപോലെ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി പൊടിയിട്ട് കൊടുക്കാം. ഇതുപോലെ പൊടിയിട്ട് കൊടുത്ത് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ആക്കണം. എന്നിട്ട് ഈ ഒരു മാവിൻ്റെ ഒരറ്റം നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ കൂടി കുറച്ച് പൊടിയിട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു ഭാഗവും കൂടെ ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം. വീണ്ടും ഇതിന് മുകളിൽ കൂടി കുറച്ച് പൊടിയിട്ട് കൊടുക്കണം. ഇനി ഇതുപോലെ വീണ്ടും മടക്കിയെടുക്കാം. എന്നിട്ട് ഇതിന് മുകളിലേക്കും കുറച്ച് പൊടിയിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഈ അറ്റം വരെ മടക്കിയെടുക്കണം. ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി പൊടിയിട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇത് വീണ്ടും പരത്തിയെടുക്കാം. ഇതുപോലെ നന്നായിട്ട് മടക്കി പൊടിയൊക്കെ ഇട്ട് പരത്തിയെടുത്താൽ മാത്രമേ നമ്മുടെ സ്നാക്സിൻ്റെ ഓരോ ഇതളും നല്ല രീതിയിൽ കിട്ടുള്ളൂ. ഇപ്പോൾ ഇതാ ഈ മാവ് നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 4 അറ്റവും കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ ഇതാ എല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ മാവിനെ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റുവാണ്. ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി മാറ്റിയിട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാം ഇളക്കി മാറ്റിയിട്ട് കൊടുത്തതിന് ശേഷം ഈ ബോർഡിലേക്ക് കുറച്ചുകൂടി പൊടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മാവിൻ്റെ പീസിൽ നിന്നും ഒരു 8 പീസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഈ ഓരോ പീസും എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ 4 മാവും ഇതുപോലെ പരത്തിയതിന് ശേഷം ഈ ഒരു ചെറുതാക്കി ഈ ഒരു പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ചൂടാറിയതിന് ശേഷം ഒരു കാറ്റ് കയറാത്ത നല്ലൊരു ടിന്നിലോ അല്ലെങ്കിൽ കവറിലോ ഒട്ടിച്ച് വെക്കുകയോ അടച്ചു വെക്കുകയോ ചെയ്ത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിന് വൈകിട്ട് ചായക്ക് എടുത്ത് കഴിക്കുകയും ചെയ്യാം. പിള്ളേർക്ക് സ്കൂളിൽ സ്നാക്സ് ബോക്സിൽ കൊടുത്തു വിടുകയും ചെയ്യാം. ഞാനിപ്പോൾ ഇതുപോലെ ഈ ഒരു 8 പീസിലും പൊടിയൊക്കെ തട്ടി നല്ല രീതിയിൽ അടുക്കി വെച്ചിട്ടുണ്ട്. തമ്മിൽ ഒട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുത്തത്. ഇനി ഞാൻ ഇതുപോലൊരു ടൂത്ത് പിക്ക് എടുത്തതിന് ശേഷം ഇതിൻ്റെ നടുക്ക് ഇതുപോലെ ഒന്ന് നന്നായിട്ട് അമർത്തി കൊടുക്കുന്നുണ്ട്.
ഇതില്ലാന്നുണ്ടെങ്കിൽ പപ്പടക്കമ്പി വെച്ച് ചെയ്താലും മതി. ഇതുപോലെ ഒരു ഭാഗം നന്നായിട്ട് അമർത്തി കൊടുത്ത ശേഷം വീണ്ടും അതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് ഒന്നുകൂടി അമർത്തി കൊടുക്കാം. ഇതുപോലെ രണ്ട് സൈഡും അമർത്തി കൊടുത്തതിന് ശേഷം ഇത് എടുക്കുമ്പോൾ നല്ലൊരു ഡിസൈൻ ആയിട്ട് കിട്ടും. ഇതേപോലെ തന്നെ എല്ലാ മാവിലും പരത്തിയെടുത്ത് ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഇവിടെ സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ചു കൊടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണയും ഒഴിച്ചു കൊടുത്ത് ആ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് വെച്ചു കൊടുക്കാം. ഇതിന് മുകളിലേക്കായിട്ട് കുറച്ച് സ്പൂൺ കൊണ്ട് എണ്ണയും കോരി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ഇതളും നന്നായിട്ട് വിരിഞ്ഞുകൊണ്ട് അതിൻ്റെ ഇടയിലെല്ലാം നല്ല പോലെ ഫ്രൈ ആയി കിട്ടും. എണ്ണ നന്നായി ചൂടായതിനു ശേഷം നമ്മളിത് വെച്ചു കൊടുക്കുന്ന ഉടനെ തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇനി വീണ്ടും ഒരെണ്ണം ഇട്ട് കൊടുക്കാം. ഇതുപോലെ എണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് വിരിഞ്ഞു വന്നതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്തത് ഇട്ട് കൊടുക്കാവൂ. ആദ്യം ഇട്ട് കൊടുത്തത് വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ തന്നെ എല്ലാം ഓരോന്നോരോന്നായി ഇട്ട് കൊടുത്ത് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം ഇട്ട് കൊടുത്തത് രണ്ട് സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്തു മാറ്റാം. ഇതേപോലെ തന്നെ എല്ലാം വേവിച്ചെടുത്തതിന് ശേഷം ഓരോന്നോരോന്നായി എടുത്തു മാറ്റുന്നുണ്ട്. ഫ്രൈ ചെയ്ത് മാറ്റിയതെല്ലാം ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി. ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് ഞാനിപ്പോൾ പൊട്ടിച്ച് കാണിച്ചു തരാം. പുറമേ നല്ല ക്രിസ്പി ആയിട്ടും അകം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.